ക്യാരറ്റ് വെച്ച ഒരു അടിപൊളി സദ്യ വിഭവം. ചോറിനൊപ്പം കഴിക്കാൻ ഇത്രയും രുചിയുള്ള മറ്റൊരു കിച്ചടി വേറെ കാണില്ല. ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു 2 ക്യാരറ്റ് എടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വെള്ളം വെച്ച് അത് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. അത് നന്നായിട്ട് വേവിക്കണം. അതിനെ കുറച്ച് വെള്ളം വെച്ചാൽ മതി, കൂടുതൽ വെള്ളം വയ്ക്കണ്ട. നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കാണും, അതിൽ നിന്ന് കോരി മാറ്റുക. കോരി മാറ്റി അതിനെ തണുക്കാനായിട്ട് വയ്ക്കുക. ഇതിനടുത്ത് നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ എടുത്ത് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് ശകലം വെള്ളം, ആ ക്യാരറ്റിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് ഇടുക. ഈ തണുക്കാൻ വെച്ചേക്കുന്ന ക്യാരറ്റിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ കിച്ചടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിച്ചടിയാണ് ക്യാരറ്റ് കിച്ചടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിച്ചടി കൂടിയാണ്. അരച്ച് വച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇതിനെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം കൂട്ടും ഈ ക്യാരറ്റ് അടിച്ചെടുത്തതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ അടുപ്പിൽ വെച്ച് ഒന്ന് അനർത്തിയെടുക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി കൂട്ടിൻ്റെയൊക്കെ. അതിനുശേഷം തൈര്, നല്ല കട്ടിയായിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമായി പോകും തൈര്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കടുക്, വെളിച്ചെണ്ണയും കടുകും മുളകും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ചെറിയൊരു ബൗൾ എടുത്തിട്ട് ആ ബൗൾ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂണ് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 2 മുളകും പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എടുത്തൊഴിക്കുക. ഇവിടെ സദ്യ സ്പെഷ്യൽ ക്യാരറ്റ് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.